കണ്ണൂർ വാളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പിരിച്ചുവിട്ടു. ക്ഷേത്രത്തിലുണ്ടായ ആചാര ലംഘനത്തെ തുടർന്നാണ് നടപടി. വാളപട്ടണം പഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പറും വെൽഫെയർ പാർട്ടിയുടെ നേതാവുമായ സമീറയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ചിറക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഉത്തരവ് ഇറക്കിയത്. നടപടി ജനം TV വാർത്തയെ തുടർന്ന് ജനം ഇംപാക്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, കടുത്ത ആചാര ലംഘനം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? ദേവിക, ഏതാനും ദിവസം മുമ്പാണ് കണ്ണൂർ വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെൽഫെയർ പാർട്ടിയുടെ വാർഡ് മെമ്പറായ സമീറയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വളപട്ടണം പൈതൃക യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുകയായിരുന്നു. ഈ പരിപാടിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധമുയരുകയും ഭക്തരും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ദേവസ്വത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഇവർ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ച് പരിപാടി നടത്തിയതെന്ന് ബോധ്യപ്പെട്ടത്. ഇതിന് അനുമതി കൊടുത്തത് ക്ഷേത്ര കമ്മിറ്റിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ക്ഷേത്ര കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ ആചാര ലംഘനത്തിന് ഈ ക്ഷേത്ര കമ്മിറ്റി നിന്നൊരു വിലയിരുത്തലാണ് ദേവസ്വം ബോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടി എടുക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നിർബന്ധിതമായത്. ക്ഷേത്ര കമ്മിറ്റി ദേവസ്വവുമായി കൂടിയാലോചിക്കാതെ അനുമതി കൊടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിവാദമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. മാത്രമല്ല, ആചാര ലംഘനം ഉണ്ടായതിനെ തുടർന്ന് തന്ത്രിയുമായി ആലോചിച്ച് പ്രായശ്ചിത്ത ക്രിയകൾ നടത്തുന്നതിനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രായശ്ചിത്ത കർമ്മത്തിന്റെ മുഴുവൻ ചിലവും ഇതിന് ആരൊക്കെയാണോ ഉത്തരവാദികൾ അവരിൽ നിന്ന് ഈടാക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ആചാര ലംഘനം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേവിക, ശരി മിഥുൻ, മറ്റൊരു കാര്യം കൂടി, ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികൾ ആരാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഈ വാർത്ത ഈ വിഷയം വലിയ വാർത്തയാവുകയും ജനം TV ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വിടുകയും വെൽഫെയർ പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച വിവരമൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ആ സമയത്താണ് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അനുമതി ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചത്. ആ സമയത്താണ് ദേവസ്വം ബോർഡ് ഈ പരിപാടിക്ക് യാതൊരുവിധ അനുമതിയും നൽകിയില്ല. ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ പരിപാടിക്ക് അനുമതി നൽകിയതെന്ന് ബോധ്യപ്പെട്ടത്. ആ ഒരു ബോധ്യപ്പെടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് നടപടിയെടുത്തിരിക്കുന്നത്. ഈ ചിറക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഈ ആചാര ലംഘനത്തിന് അവർ കൂട്ടുനിന്നെന്ന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നടപടി. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായശ്ചിത്ത കർമ്മങ്ങൾ അടക്കം അവിടെ ക്ഷേത്രത്തിൽ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തൊക്കെ പ്രായശ്ചിത്ത ക്രിയകളുണ്ടോ ആ ക്രിയകൾക്ക് വേണ്ടി വരുന്ന ചിലവുകളൊക്കെ തന്നെ ഇതിന് കാരണക്കാരായ ആളുകളിൽ നിന്ന് ഈടാക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കൂടാതെ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നമുക്കറിയാം, ക്ഷേത്ര മതിൽക്കെട്ടിനകം എന്ന് പറയുന്നത് തന്നെ പരിപാവനമായ സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് അനുമതി നൽകുന്ന പതിവേ ഇല്ല. ആ പതിവ് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ പരിപാടി സംഘടിപ്പിച്ചത്. അതുതന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ആരൊക്കെയാണോ ഈ പരിപാടിക്ക് കൂട്ടുനിന്നത് അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ദേവസ്വം ബോർഡ് അധികൃതർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ദേവിക, ശരി മിഥുൻ.